ഞാൻ സൈനുദ്ദീൻ സ്വാബിരി, കൻസുൽ ആലം അക്കാദമി, താമരശ്ശേരി. വിശ്വവാസ്തുശാസ്ത്രം എന്ന വാസ്തുശാസ്ത്ര പഠനത്തിനെക്കുറിച്ചുള്ള ചില ചർച്ചകളാണ് ശ്രോതാക്കളുടെ മുമ്പിൽ അറിയിക്കുന്നത്. എന്തിന് വാസ്തുശാസ്ത്രം നാം സ്വീകരിക്കുന്നു? വാസ്തുശാസ്ത്ര പഠനം, വാസ്തു നിരീക്ഷണങ്ങൾ നടത്തുന്നതിൻ്റെ അനിവാര്യതയെക്കുറിച്ചാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. നമ്മുടെ ഇന്ത്യ രാജ്യത്ത് വിവിധങ്ങളായ വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അടങ്ങിയ ഈ പ്രപഞ്ചത്തിൽ എല്ലാവരും വീട് നിർമ്മാണം നടത്തി, ഭവന നിർമ്മാണം നടത്തി അനുയോജ്യമാകുന്ന രീതിയിൽ നമ്മുടെ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നവരാണ്. എല്ലാ ഭവനം നിർമ്മിക്കുന്നവർക്കും അനിവാര്യമായ ഒരു ക്രമീകരണ ശാസ്ത്രമാണ് വാസ്തു പഠനവും വാസ്തുവിൻ്റെ ചിട്ടയും. നാം വീട് വെക്കുമ്പോൾ വീട് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ഭൂമിയിലെ ആ ഭൂമിയെ സംബന്ധിച്ച്, ആ വാസസ്ഥലങ്ങളെക്കുറിച്ച്, ഭവനങ്ങളെക്കുറിച്ചും ഭൂമിയുടെ ക്രമീകരണവും ഗ്രഹസംബന്ധമായുള്ള വിവിധങ്ങളായ മാനസിക, ശാരീരിക, സാമ്പത്തിക, പൈശാചികമായ വിവിധ പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തെ ഒരു പരിധിവരെ പിടിച്ച് ഉലച്ചുകൊണ്ടിരിക്കുന്ന മാനസിക പ്രയാസങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം. ഇത്തരം സന്ദർഭങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നാം രോഗമാണെങ്കിൽ വിവിധ വൈദ്യന്മാരെ, ഡോക്ടർമാരെ സമീപിക്കാറുണ്ട്. മറ്റുള്ള ചികിത്സാ സംബന്ധമായ കാര്യങ്ങൾ നാം സമീപിക്കാറുണ്ട്. നമ്മുടെ സ്വന്തം വകയായിട്ട് പ്രാർത്ഥിക്കുകയും പള്ളിയിലും അമ്പലങ്ങളിലും ചർച്ചുകളിലും ഓരോ വിശ്വാസത്തിനനുസരിച്ച് നമ്മുടെ വിശ്വാസ ആചാരങ്ങൾ നാം കൊണ്ടുവരാറുണ്ട്. അതുപോലെ മറ്റുള്ള പല ആവശ്യങ്ങളും അവസ്ഥകളും നാം നടത്താറുണ്ട്. ഇതിൻ്റെയൊക്കെ പിന്നിലെന്താണ് ലക്ഷ്യം? നമ്മുടെ ജീവൻ്റെ തുടിപ്പുകൾ നിലനിൽക്കണം, ജീവിക്കുമ്പോൾ നമുക്ക് സന്തോഷം ലഭിക്കണം, നമുക്കും നമ്മുടെ കുട്ടികൾക്കും ഉയർച്ചയും വളർച്ചയും ലഭ്യമാകണം, കുടുംബജീവിതത്തിൽ പുരോഗതി ഉണ്ടാവണം. ഇതെല്ലാം ഉദ്ദേശിച്ചുകൊണ്ടാണ് വ്യത്യസ്ത രീതികളിലുള്ള വിശ്വാസ ആചാരങ്ങളും ക്രമീകരണങ്ങളും നാം കൊണ്ട് ജീവിക്കുന്നത്. എന്നാൽ വിവിധ പ്രശ്നങ്ങളും വിവിധ വിഷയങ്ങളും വരുമ്പോൾ ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ നാം രക്ഷപ്പെടാൻ പറ്റാത്ത രീതിയിൽ പല മാർഗങ്ങളും സ്വീകരിച്ചുകൊണ്ടും നിരാശപ്പെടുന്ന അവസ്ഥയും നാം കാണാറുണ്ട്. എന്നിട്ടും നമ്മുടെ നിലനിൽപ്പിന് നാം പ്രവർത്തിച്ച വിശ്വാസങ്ങളും പ്രാർത്ഥിച്ച പ്രാർത്ഥനകളും അതുപോലെ മറ്റു ദാനധർമ്മങ്ങളും ഒക്കെ ചിലപ്പോൾ ഉപകാരപ്പെട്ടില്ലയോ എന്ന് തിരിച്ച് നിരാശയോടുകൂടെ ചിന്തിക്കുന്ന അവസ്ഥയും നമുക്ക് സംജാതമാകാറുണ്ട്. ഇത്തരം സന്ദർഭത്തിൽ ഭൂമി സംബന്ധമായി നമ്മുടെ വീട് നിലനിൽക്കുന്ന ഭൂമി സംബന്ധമായി പഠിക്കാൻ നാം നിർബന്ധിതരാവുന്നു. ഇതേപോലെ നമ്മുടെ സാമ്പത്തികം കൊണ്ട് നമ്മുടെ മനസ്സിനിണങ്ങിയ ചിത്രം വരച്ചുകൊണ്ട് ക്രമീകരിച്ച ഭവനം, ആ ഭവനത്തിന് വന്ന ഏറ്റ വ്യത്യാസം പഠിക്കാൻ വേണ്ടി, അറിയാൻ വേണ്ടി നാം തയ്യാറെടുപ്പ് നടത്താറുണ്ട്. ഈ ക്രമീകരണത്തെക്കുറിച്ചും ഈ ഭൂമിയെക്കുറിച്ചും നമ്മുടെ ലൈഫിൻ്റെ നല്ലൊരു ഭാഗവും ശാശ്വതമായി സമാധാനപരമായി ജീവിക്കാൻ ഇനി എന്ത് ചെയ്യും എന്നുള്ള ആ ഉള്ളിൽ നിന്ന് പുറത്തോട്ട് ബഹിർഗമിക്കുന്ന ആ ചോദ്യമാണ്, ആ വിളിയാണ് നാം വാസ്തുശാസ്ത്രമായി പരിഹാരം കാണാൻ ഉദ്ദേശിക്കുന്ന ഈ എളിയവൻ സംസാരിക്കുന്ന ഈ ശബ്ദം. ഇവിടെ വാസ്തുശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിൻ്റെ, ഒരു വ്യക്തിയുടെ, ഒരു സമൂഹത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി നാം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നമ്മെ വാസ്തുശാസ്ത്രം പഠിപ്പിക്കുന്നു. നമ്മുടെ കുടുംബ പശ്ചാത്തലം നല്ലവണ്ണം മുന്നോട്ട് ക്രമീകരിക്കാൻ നമ്മെ സഹായിക്കുന്ന
ഒരു ശാസ്ത്രീയ ക്രമീകരണമാണിത്. ഇത് പരീക്ഷിച്ചറിഞ്ഞവരിൽ നിന്നും നമുക്ക് ഗ്രഹിക്കാനും മനസ്സിലാക്കാനും സാധിക്കുന്നു. ഈ ശാസ്ത്രം നമ്മുടെ പുരോഗതിക്കും നിലനിൽപ്പിനും അനിവാര്യമാണെന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നു. വാസ്തുശാസ്ത്രം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നാം ഒരു ഭവനം നിർമ്മിക്കുമ്പോൾ ആ ഭവനത്തിൽ വായുവിൻ്റെ സാന്നിധ്യം, വെള്ളത്തിൻ്റെ സാന്നിധ്യം, മണ്ണിൻ്റെ സാന്നിധ്യം, തീയിൻ്റെ സാന്നിധ്യം ഇത് നിശ്ചിതമാകുന്ന അളവുകളിലൂടെ ക്രമീകരിച്ചുകൊണ്ട് നാം ഈ 4 ഗുണങ്ങളും കിട്ടത്തക്ക രീതിയിൽ ഭവനം നിർമ്മിക്കുമ്പോൾ ഈ 4 പ്രപഞ്ച ഘടകങ്ങളിൽ നിന്നും നമ്മുടെ വീട്ടിലോട്ട് അപ്ലൈ ചെയ്യുന്ന ലഭ്യമാകുന്ന എനർജി കിട്ടിക്കലാണ് വാസ്തുശാസ്ത്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏതെങ്കിലും ഒരു മതവിഭാഗത്തിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നാം വിശ്വാസാചാരമായി ഇങ്ങനെ ചെയ്യണമെന്നോ അങ്ങനെ ചെയ്യണ്ട എന്നൊന്നും പറയലല്ല. നീളവും വീതിയും ഉയരവും ഒരു വസ്തുവിന് നാം നൽകപ്പെടുമ്പോൾ നാം ഭക്ഷണത്തിൽ കഴിക്കുന്ന നിസ്സാരമായ പപ്പടത്തിന് പോലും വാസ്തു ഉണ്ട് എന്ന് നമുക്ക് വസ്തുനിഷ്ഠമായി തെളിയിക്കാൻ സാധിക്കുന്നു. നാം നമ്മുടെ ജീവിതത്തിൽ പെരുമാറുന്ന വസ്ത്രത്തിനും എഴുതാൻ ഉപയോഗിക്കുന്ന പേന മുതൽ പിടിച്ച് ഏതൊരു വസ്തുവിനും വാസ്തു ഉണ്ട് എന്ന് പറയാൻ സാധിക്കുന്നു. ആരെങ്കിലും വാസ്തു ഇല്ല, വാസ്തു നോക്കണ്ട എന്ന് പറയുന്നു എങ്കിൽ രക്ഷിതാവാകുന്ന അള്ളാഹു ക്രമീകരിച്ച ഈ ക്രമീകരണം മനസ്സിലാക്കാതെ ഒളിച്ചോടുകയാണ് അവർ ചെയ്യുന്നത് എന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധ്യമാകുകയുള്ളൂ.